നിങ്ങൾ ഒരു യൂട്യൂബറോ അല്ലെങ്കിൽ ഒരു സ്റ്റുഡിയോകാരനാണെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് ഒരു മൈക്കാണ് ഈ ഹോളിലാൻഡിൻ്റെ ലാർക്ക് M2 എന്ന് പറയുന്ന മൈക്ക്. ഇപ്പോൾ എൻ്റെ കയ്യിൽ ലാർക്ക് M2 ഉണ്ട്. നിങ്ങൾക്ക് കുറച്ചും കൂടി എളുപ്പത്തിൽ പറയുകയാണെങ്കിൽ ഈ ഇരിക്കുന്ന മൈക്കാണ് ഈ ലാർക്ക് M2. പക്ഷേ ഇതിൻ്റെ ഒരു അടുത്ത മോഡലായിട്ടുള്ള ലാർക്ക് M2S എന്ന് പറയുന്ന ഒരു മോഡൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇത് ഒന്ന് മാറ്റിയിട്ട് കുറച്ചും കൂടി അപ്ഗ്രേഡ് ചെയ്യാനായിട്ട് പോവാണ്. അപ്പോൾ ഇത് ഞാൻ വാങ്ങിക്കാൻ വന്നിരിക്കുന്നത് തൃശ്ശൂരിലുള്ള ഫോട്ടോ ലിങ്കിലാണ്. സ്റ്റുഡിയോ ഫീൽഡിലുള്ള എല്ലാവർക്കും അറിയാം, കേരളത്തിൽ ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് ഫോട്ടോഗ്രാഫി സാധനങ്ങൾ കിട്ടുന്ന ഒരു സ്ഥാപനമാണ് ഫോട്ടോ ലിങ്ക്. അപ്പോൾ ഞാൻ ഒരുപാട് വർഷമായിട്ട് ഇവിടുത്തെ വിൻസേട്ടനായിട്ട് ബന്ധമുണ്ട്. അപ്പോൾ ഇവിടെ ഇപ്പോൾ വന്നിരിക്കുന്ന ലാർക്ക് M2S എന്ന് പറയുന്ന ഒരു മോഡലാണിത്. ഇതിൽ 3 വേരിയൻറ്റുകളുണ്ട്. അപ്പോൾ ഇത് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് വിശദമായിട്ട് നോക്കാം. ഇതാണ് ലാർക്ക് M2. ഇതാണ് മുൻപുണ്ടായിരുന്നത്. നിങ്ങൾ ഏറ്റവും കൂടുതൽ വീഡിയോസുകൾ ഇപ്പോൾ യൂട്യൂബേഴ്സ് ആണെങ്കിലും എല്ലാവരും ഉപയോഗിക്കുന്ന ഒരു മൈക്കാണിത്. ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെയായിരിക്കും ഇതിൻ്റെ പാക്ക് വരാം. ഇതിന് ഏകദേശം ഇത്രത്തോളം വലിപ്പമുണ്ട്. മാത്രമല്ല ഇവിടെ ഒരു ലോഗോ ഉണ്ട്. അപ്പോൾ ഇത് ഇങ്ങനെ വെക്കുന്ന സമയത്ത് ഇത് മൈക്ക് പെട്ടെന്ന് കാണാൻ പറ്റും. ഈ ലോഗോ ഫ്രീ എന്ന് പറയുന്നതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. ഇത് ഏകദേശം നമ്മുടെ ഒരു 3-4 ഷർട്ടിൻ്റെ ഒരു ബട്ടൺസിൻ്റെ വലിപ്പമുണ്ട്. ഷർട്ടിൻ്റെ ബട്ടൺസുമായി വെച്ച് നോക്കുമ്പോൾ ഒരു 3-4 ബട്ടൺസിൻ്റെ വലിപ്പമുണ്ട്. പക്ഷേ ഇതിന് കറക്റ്റ് ഒരു ബട്ടൺസിൻ്റെ വലിപ്പമുള്ള ഏകദേശം ഇതിൻ്റെ ഫങ്ഷനുകളൊക്കെ ഏകദേശം സെയിം ആണ്. വലിയ വ്യത്യാസമൊന്നുമില്ല. പക്ഷേ ഇതിൻ്റെ ആ ഒരു മോഡൽ, അതിനാണ് ഒരു പ്രത്യേകത. കുറച്ചും കൂടി നല്ല ക്വാളിറ്റി ഉണ്ട്. അപ്പോൾ ഇതിൽ 3 ടൈപ്പാണ് വരുന്നത്. ഒരു കോംബോ ഓഫറായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഞാനിതിൽ 3 എണ്ണത്തിൽ ഒരെണ്ണം ഞാൻ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ വാങ്ങിയത് നമുക്ക് അൺബോക്സ് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ എങ്ങനെയാണ് ഇതിൻ്റെ പ്രത്യേകതകൾ, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. ഞാൻ ഈ ലാർക്ക് M2S വാങ്ങിക്കാൻ വന്നപ്പോൾ ഈ ഷോപ്പിൽ ഇവർ 3 ടൈപ്പ് നമുക്ക് കാണിച്ചു തന്നു. അപ്പോൾ ഈ 3 ടൈപ്പ് കാണിച്ചു തന്നതിൽ എന്തൊക്കെയാണ് ഇതിൻ്റെ പ്രത്യേകതകൾ, എന്തൊക്കെയാണ് ഇതിൻ്റെ ഉപയോഗങ്ങൾ ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾക്ക് ഏറ്റവും ഉപകാരപ്പെടുന്ന യൂട്യൂബേഴ്സായിട്ടെ, നിങ്ങളൊരു സ്റ്റുഡിയോയിൽ വോയിസ് റെക്കോർഡ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ആളുകളായിട്ടെ ഏറ്റവും ഉപകാരപ്പെടുന്ന ഒരു മൈക്കാണിത്. അപ്പോൾ ഇതിൽ ഈ 3 ടൈപ്പ് ഞാൻ വരുന്നു എന്ന് പറഞ്ഞല്ലോ. ഇത് നമുക്ക് 3ഉം പരിശോധിക്കാം. ഇത് അതിൽ ലാർക്ക് M2Sൽ ആൻഡ്രോയിഡും ആപ്പിളിലേക്കും വരുന്ന ലൈറ്റ്നിങ്ങിൻ്റെയും കൂടി റിസീവറുള്ള 3 റിസീവർ ഉണ്ടായിരിക്കും ഇതിൽ. ഒന്ന് ആപ്പിളിലേക്കുള്ള റിസീവർ, ഒന്ന് ആൻഡ്രോയിഡിലേക്കുള്ള റിസീവർ, ഒന്ന് ക്യാമറയിലേക്കുള്ള റിസീവർ. ഇതാണ് ഈ കോംബോ ഓഫറായിട്ട് വരുന്ന ഈ പാക്കിൻ്റെ ഒരു പ്രത്യേകത. ഇതിൽ നിങ്ങൾക്ക് 2 റിസീവർ ഇവിടെ കാണാൻ പറ്റും, കൂടെ ഒരു അമ്പളം കാണാൻ പറ്റും. ഇതിലൊരു ക്യാമറയിലേക്ക് ഉപയോഗിക്കുന്ന ഒരു റിസീവറും ഇവിടെ നമുക്ക് ആൻഡ്രോയിഡ് ഫോണിലേക്ക് ഉപയോഗിക്കുന്ന ഒരു റിസീവറുണ്ട്. ഇതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് ഒരു എക്സ്ട്രാ ഒരു കേബിൾ കിട്ടും. ഈ കേബിൾ ഒരു ഭാഗം C ആയിട്ടും മറ്റേ ഭാഗം ആപ്പിളിലേക്ക് ഉപയോഗിക്കുന്ന ലൈറ്റ്നിങ് ആയിട്ടും വരും. അപ്പോൾ ഈ Cനെ നമ്മൾ ഇതിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ മറ്റു ഭാഗം നമുക്ക് ആപ്പിളിൻ്റെ ഫോണിലേക്ക് കണക്ട് ചെയ്തിട്ട് ആ റിസീവർ ഉപയോഗിക്കാൻ പറ്റും. ഇതിലോട്ട് വരുന്ന സമയത്ത് ഒരു 500 രൂപയുടെ വ്യത്യാസം മാത്രമാണ് ഇത് വരുന്നുള്ള ആ ഒരു കേബിൾ അഡീഷണൽ വരുന്നതിൻ്റെ വ്യത്യാസം മാത്രം. ഇനി വേറെ ഒരു മോഡലും കൂടിയും ഇതിൻ്റെ കൂടെയുണ്ട്, ലാർക്ക് M2Sൽ വരുന്നത്. ഇതിൽ ഈ ക്യാമറയിലേക്ക് ഉപയോഗിക്കുന്ന ഈ ഒരു റിസീവറും ആൻഡ്രോയിഡിലേക്ക് ഉപയോഗിക്കുന്ന ഈ ഒരു റിസീവറുണ്ട്. നോർമലി ആൻഡ്രോയിഡ് ഫോണും ക്യാമറയ്ക്ക് ഉപയോഗിക്കുന്ന ആളുകൾക്കാണെങ്കിൽ ആ ലൈറ്റ്നിങ്ങിൻ്റെ ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു പൈസ കുറവിൽ ഇത് വാങ്ങിക്കാനായിട്ട് പറ്റും. ഞാൻ ഉപയോഗിക്കുന്നത് സാംസങ്ങിൻ്റെ S24 ആണ്. അപ്പോൾ എന്നെ സംബന്ധിച്ച് എനിക്ക് ആപ്പിളിൻ്റെ ആവശ്യം വരുന്നില്ല, ആ കേബിളിൻ്റെ ലൈറ്റ്നിങ്ങിൻ്റെ കേബിളിൻ്റെ ആവശ്യം വരില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു മോഡൽ തിരഞ്ഞെടുത്തിരിക്കുന്നത്. നമ്മളുടെ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് വാങ്ങിക്കാം. ചെറിയ പൈസയിൽ വ്യത്യാസങ്ങളുണ്ട്, പക്ഷേ ഇതിൻ്റെ എല്ലാം ക്വാളിറ്റി എല്ലാം സെയിമാണ്. നമുക്ക് എന്തായാലും ലാർക്ക് M2ൻ്റെ ഈ മോഡലൊന്ന് പൊട്ടിച്ച് ഞങ്ങൾക്ക് വിശദമായിട്ട് കാണിച്ചു തരാം. എന്തുകൊണ്ടാണ് ഞാനിപ്പോൾ ഉപയോഗിച്ചിരിക്കുന്ന ഈ മോഡൽ ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാമല്ലോ. നിങ്ങൾ നോക്കുന്ന സമയത്ത് അത്യാവശ്യം നല്ലൊരു വലിപ്പമുള്ള ഒരു ബ്ലാക്ക് കളറിലുള്ള ഒരു മൈക്കാണിത്. ഈ വരുന്ന മോഡലിൻ്റെ ഒരു വ്യത്യാസം എന്ന് പറയുന്നത് ഇത് വളരെ ചെറിയ ഒരു ഷർട്ടിൻ്റെ ഒരു ബട്ടൻ്റെ അത്രയേ ഉള്ളൂ. അത്രയും പോകുന്നൊരു ചെറിയൊരു ക്യാമറ ആയിട്ടാണ് വരുന്നത്. ഇതൊരു മാഗ്നറ്റിക് ടൈപ്പാണ്. ഇപ്പോൾ എനിക്ക് വേണമെങ്കിൽ ഇതിനെ ഇങ്ങോട്ട് ഊരിയെടുക്കാം. ഈ 2 മാഗ്നറ്റുകൾ തമ്മിൽ കണക്ട് ചെയ്തിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്. മറ്റേത് ഒരു ഹോൾഡർ ടൈപ്പാണ്. അപ്പോൾ നമുക്ക് ഇത് പൊട്ടിച്ച് നോക്കാം. ഇപ്പോൾ ഈ ലാർക്ക് M2S ഞാൻ വാങ്ങിച്ചിരിക്കുന്ന മോഡലിന് വന്നിരിക്കുന്നത് 12,500 രൂപയാണ്. അൺബോക്സ് ചെയ്ത് നോക്കാം എന്തൊക്കെയാണ് ഇതിൽ വരുന്നത്, എന്താണ് ഇതിൻ്റെ കൂടെയുള്ളത് നോക്കാം. ഞാൻ മറ്റേ ലാർക്ക് M2 വാങ്ങിച്ചപ്പോൾ അതിൽ കൂടെ ഒരുപാട് എക്യുപ്മെൻറ്റ്സ് എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ നമുക്ക് ഉപയോഗിക്കാവുന്ന ഗിയറുകൾ എന്നൊക്കെയും പറയാം. അങ്ങനെ കുറച്ചുണ്ടായിരുന്നു. ഇതാണ് അതിൻ്റെ പ്രധാനമായിട്ടുള്ള ഒരു പാക്ക്. ഇത് വാസ്തവത്തിൽ ഒരു ചാർജറും കൂടിയാണ്. അപ്പോൾ ഈ ചാർജർ എങ്ങനെയാണ് നമുക്കിത് വർക്ക് ചെയ്യണമെന്ന് നോക്കാം. ഞാൻ ഇതിനേക്കാൾ മുമ്പ് ഒരുപാട് മൈക്കുകൾ, റോഡിൻ്റെയൊക്കെ മൈക്കുകൾ ഉപയോഗിച്ചിരുന്നു. പക്ഷേ അതിനൊക്കെയും ഒരുപാട് പരിമിതികളുണ്ടായിരുന്നു. നമുക്ക് ഒരു കംഫർട്ടല്ലായിരുന്നു.
ബാറ്ററി ചാർജ് ചെയ്യൽ കാര്യങ്ങളൊക്കെ. ഈ ബോക്സ് എന്ന് പറയുന്നത് വാസ്തവത്തിൽ ഒരു ചാർജറാണ്. അപ്പോൾ ഈ പാക്കിൻ്റെ ഉള്ളിൽ വരുന്നത് ഞാൻ എടുക്കുന്ന ടൈപ്പിൽ ആൻഡ്രോയിഡിൽ ഉപയോഗിക്കാവുന്ന രീതിയിലുള്ള ഒരു ചെറിയ ഒരു റിസീവർ. ഈ റിസീവറാണ് നമ്മൾ ഫോണിലേക്ക് നമ്മൾ കണക്ട് ചെയ്യാനായിട്ട് ഉപയോഗിക്കുക. ഇതാണ് ക്യാമറയിലേക്ക് ഉപയോഗിക്കുന്ന റിസീവർ. ഇതിൽ നിന്ന് നമുക്ക് നമ്മൾ ഈ ഓക്സ് കേബിൾ എന്നൊക്കെ പറയും 3.5-ൻ്റെ ഈ ഒരു കേബിൾ ഇവിടെയും അപ്പുറത്തെ ഭാഗത്ത് നമുക്ക് ഏത് ടൈപ്പ് കേബിളാണ്, നമ്മൾ XLR കേബിളാണോ ഫോണോ കേബിളാണോ അതിൻ്റെ ഒരു കേബിൾ നമ്മൾ ഉണ്ടാക്കേണ്ടി വരും. ഇതിൻ്റെ കൂടെ വരുന്നത് 2 ഭാഗം ഓക്സ് കേബിൾ, അതായത് 3.5-ൻ്റെ ഒരു കേബിളായിട്ടാണ് വരുന്നത്. ഇത് കണക്ട് ചെയ്താൽ നമുക്ക് ക്യാമറയിലേക്ക് ഉപയോഗിക്കാം. ഇനി ഈ സാധനത്തിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ ഏറ്റവും ചെറിയ ഈ ഒരു ബട്ടണാണ്. ഈ ഒരു ഹോൾഡിങ്ങിൽ നമ്മളിപ്പോൾ ഇവിടെ ഞാനിത് വെക്കുകയാണ്. ഈ രണ്ടിൻ്റെയും വ്യത്യാസം നിങ്ങളൊന്ന് നോക്കണം. ഇതിന് ഏകദേശം ഇത്രത്തോളം വലിപ്പമുണ്ട്. ഇപ്പോൾ വന്നിരിക്കുന്ന ലാർക്ക് M2S എന്ന് പറയുന്നത് വളരെ ചെറിയൊരു ബട്ടനാണ്. നമുക്കിത് വേണമെന്നുണ്ടെങ്കിൽ നമ്മളൊരു ഇന്നർ ബനിയാനൊക്കെ ഉപയോഗിക്കുന്ന ആളുകളാണെങ്കിൽ നമുക്ക് ഇന്നർ ബനിയാൻ്റെ ഉള്ളിൽ ഇത് വെച്ച് കഴിഞ്ഞാൽ ഈ മൈക്ക് ഉപയോഗിക്കുന്നത് പോലും കാണില്ല. അല്ലെങ്കിൽ നമുക്കിത് പോക്കറ്റിൽ ഇങ്ങനെ ഉപയോഗിക്കാം. അപ്പോൾ നമ്മളൊരു വീഡിയോ എടുക്കുന്ന സമയത്ത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഈ മൈക്കൊക്കെ ഹൈഡ് ചെയ്ത് വെച്ച് ഉപയോഗിക്കാനായിട്ട് പറ്റും. അതായത് ഞാൻ പറഞ്ഞതുപോലെ നമ്മളൊരു ഇന്നർ ബനിയാൻ ഉണ്ടെങ്കിൽ അതിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് കൊളുത്തിട്ടാൽ മതി. ഇത് ശരിക്കും ഒരു ഹുക്ക് പോലെയാണ്. മുമ്പൊക്കെ നമ്മളൊരു ക്ലിപ്പ് പോലെയാണ് നമ്മളുടെ ഇതിൻ്റെ ഇത് പ്രസ് ചെയ്യുന്ന ആ ഭാഗം വന്നിരുന്നത്. പക്ഷേ ഇത് ശരിക്കും ഒരു ഹുക്ക് പോലെ മാത്രമല്ല അത് നല്ല ടൈറ്റ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഊരിപ്പോകുമെന്ന് പറയുന്ന ഒരു പ്രശ്നമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ഹുക്ക് നമുക്കിങ്ങനെ ഉപയോഗിക്കാം. അല്ലെങ്കിൽ നമുക്കിവിടെ പോക്കറ്റിൻ്റെ മുകളിലായിട്ട് നമുക്കിത് ഉപയോഗിക്കാം. അപ്പോൾ ഇങ്ങനെ വളരെ ചെറിയ കംഫർട്ട് നമുക്കാണെങ്കിൽ ഏറ്റവും കംഫർട്ട് എന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പോൾ നമ്മൾ ഇത്രയും സമയം നമ്മൾ റെക്കോർഡ് ചെയ്തുകൊണ്ടിരുന്നത് ഈ മൈക്കിലാണ്. ഇനി നമുക്ക് ഈ മൈക്ക് മാറ്റിയിട്ട് നമുക്ക് ഇതിലേക്ക് നമുക്ക് റെക്കോർഡിങ് മാറ്റാം. ഞാനിത് റോട്ടിയോടെ നടന്നിട്ട് നമുക്ക് എത്ര ദൂരെ വരെ നമുക്കിത് റെക്കോർഡ് ചെയ്യാനായിട്ട് പറ്റുമെന്നും കൂടി നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ഇനി നമുക്ക് ഈ വഴിയിലൂടെ നമുക്ക് അങ്ങോട്ട് നടന്ന് നോക്കാം. നമുക്ക് ഇത് എത്ര ലെങ്ത്തിൽ നിന്നാണ് നമുക്കിത് റെക്കോർഡ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റണതെന്നുള്ളത്. ഇപ്പോൾ ഏകദേശം ഈ ഒരു വഴി എന്ന് പറയുന്നത് ഒരു 200 മീറ്ററിനടുത്ത് ഉണ്ട് അതിൻ്റെ ദൂരം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അത്രയും ദൂരെ നിന്ന് നമുക്ക് ഇത് റെക്കോർഡ് ചെയ്ത് നമുക്കത് കിട്ടുമോ എന്ന് നമുക്ക് നോക്കാം. ഈ ലാർക്ക് M2 ഇപ്പോൾ പറയുന്നത് 300 മീറ്ററാണ് ഇത് റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് നമുക്കിതിൻ്റെ റിസീവിങ് കപ്പാസിറ്റി ആയിട്ട് പറയുന്നത്. അപ്പോൾ ഇത് നമുക്ക് എത്രത്തോളം കിട്ടും എന്ന് പരീക്ഷിക്കാം. അപ്പോൾ എന്തായാലും ഇത്രയും ഒരു ഏകദേശം ഞാനിപ്പോൾ ഒരു 200 മീറ്ററോളം ഞാനിപ്പോൾ പോന്നു കഴിഞ്ഞു. അപ്പോൾ ഈ 200 മീറ്ററിൽ നിന്നാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. ഇന്നത്തെ കാലത്ത് നമ്മളൊരു യൂട്യൂബ് വീഡിയോ ആണെങ്കിലും ഒരു സോഷ്യൽ മീഡിയയിൽ ഉപയോഗിക്കുന്ന എന്ത് വോയിസ് ആണെങ്കിലും നല്ല ക്വാളിറ്റിയോട് കൂടിയ ആളുകളിലേക്ക് നമുക്ക് എത്തിക്കാൻ പറ്റിയാൽ മാത്രമാണ് നമുക്ക് നല്ല റീച്ച് ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ടാണ് നമ്മളിതുപോലത്തെ മൈക്കൊക്കെ നമ്മൾ ഉപയോഗിക്കേണ്ടത്. അപ്പോൾ ഞാൻ ഇത്രയും ദൂരെ നിന്ന് നടന്നു വരുന്ന സമയത്ത് നല്ല കാറ്റുണ്ട് ഇവിടെ. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ഒരു മൈക്കുകളിൽ ഈ കാറ്റടിക്കുന്ന ഒരു ശബ്ദം കേൾക്കാനായിട്ട് സാധിക്കും. ശരിക്കും ഇതിന് മുകളിൽ നമുക്ക് കാറ്റടിക്കാതിരിക്കാൻ ഒരു വിൻഡ് കട്ടർ എന്ന് പറയുന്ന ഒരു ചെറിയൊരു കവറിങ് ഉണ്ട് ഇതിൻ്റെ മുകളിൽ. പക്ഷേ ആ വിൻഡ് കട്ടർ ഞാനിപ്പോൾ ഇട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ എത്രത്തോളം കാറ്റിൻ്റെ ശബ്ദം കേൾക്കുന്നുണ്ടെന്ന് നിങ്ങൾക്ക് നോക്കാം. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ നല്ല ഒരു കാറ്റത്താണ് ഞാൻ നടന്നു വരുന്നത്. അപ്പോൾ ഈ കാറ്റത്ത് നടന്നു വരുമ്പോൾ അതിൻ്റെ വിൻഡ് എത്രത്തോളം കട്ടാവുന്നുണ്ട്. ഇപ്പോൾ ഏകദേശം നല്ലൊരു ഡിസ്റ്റൻസിൽ ഞാൻ നടന്നു പോയി. ഞാൻ അവിടെ നിന്ന് തിരിച്ചു വന്നു. ഞാൻ ഈ അങ്ങോട്ട് നടന്ന് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾ അതിൻ്റെ വോയിസ് നിങ്ങൾ കേട്ടു. അത് എത്രത്തോളം ബ്രേക്ക് ആവുന്നുണ്ട്, എത്രത്തോളം ക്ലിയർ ആവുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അപ്പോൾ ഇതാണ് ലാർക്ക് M2ൻ്റെ പ്രത്യേകത. അപ്പോൾ നിങ്ങൾക്ക് ലാർക്ക് M2 വാങ്ങിക്കണം എന്നുള്ളവർക്ക് തൃശ്ശൂരിലുള്ള ഫോട്ടോ ലിങ്കിൻ്റെ നമ്പർ ഞാൻ ഇതിൻ്റെ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആ നമ്പറിൽ വിളിച്ച് ചോദിക്കാം. വിഷ്ണു ആണ് എനിക്കിപ്പോൾ ഇതിൻ്റെ വീഡിയോ എടുക്കാനും കാര്യങ്ങളൊക്കെ സഹായങ്ങൾ ചെയ്തു തന്നത്. ഞാൻ മുമ്പ് ലാർക്ക് M2 ഉപയോഗിച്ചിരുന്നു. ലാർക്ക് M2 ലാർക്ക് M2S ഇപ്പോൾ ഞാൻ അപ്ഗ്രേഡ് ചെയ്തു. നമുക്ക് എന്തായാലും ഇതിൻ്റെ പേയ്മെൻറ്റ് കൊടുക്കണം. അപ്പോൾ നമുക്ക് ഇതാണ് ഫോട്ടോ ലിങ്ക്. നമുക്ക് ഇതിൻ്റെ പേയ്മെൻറ്റ് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇതിൻ്റെ പൈസ കൊടുക്കുകയാണ്. ആദ്യം ഞാനിത് വാങ്ങി ഇതെല്ലാം ചെക്ക് ചെയ്ത് നോക്കിയിട്ടാണ് ഞാനിത് വാങ്ങിക്കുന്നത്. അപ്പോൾ ഇവർ ഇതിൻ്റെ ഒരു ഡെമോ എനിക്ക് തന്നിരുന്നു. അപ്പോൾ അത് ഞാൻ കണ്ട് ബോധ്യപ്പെട്ട് വളരെ സാറ്റിസ്ഫൈഡ് ആണ്. അപ്പോൾ ഞാൻ ഫോട്ടോ ലിങ്കിൽ ഇതിൻ്റെ പൈസ കൊടുത്ത് വാങ്ങിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതുമായി എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ നിങ്ങൾക്കത് ആവശ്യമുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞിരുന്നല്ലോ, താഴെ നമ്മൾ ഫോട്ടോ ലിങ്കിൻ്റെ നമ്പർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ വിളിച്ച് നിങ്ങൾക്ക് വാങ്ങിക്കാവുന്നതാണ്. ഇപ്പോൾ ഞാൻ വാങ്ങിച്ചിരിക്കുന്നത് ക്യാമറയിലേക്ക് കണക്ട് ചെയ്യാവുന്ന ഒരു റിസീവറും ആൻഡ്രോയിഡ് ഫോണിലേക്ക് കണക്ട് ചെയ്യാവുന്ന ഒരു റിസീവറുമുള്ള മോഡലാണ്. അതിലത്തെ ലാർക്ക് M2S ആണ് ഞാൻ വാങ്ങിച്ചിരിക്കുന്നത്. അപ്പോൾ അതിന് ഇപ്പോൾ വരുന്ന പൈസ എന്ന് പറയുന്നത് 12,500 രൂപയാണ്. ഇത് ഓരോ കാലങ്ങളിൽ മാറിക്കൊണ്ടിരിക്കും. കാരണം ഇതിനേക്കാൾ തൊട്ട് മുൻപത്തെ മോഡൽ ഞാൻ മേടിച്ചിരുന്നത് ലാർക്ക് M2ൻ്റെ
കോംബോയിൽ ഞാൻ വാങ്ങിച്ചിരുന്നത് ഏകദേശം ഒരു 16,000-15,500 രൂപയോളം വില വന്നു. ഇപ്പോൾ അതിൽ നിന്നും വല്ലാതെ വ്യത്യാസം വന്നു. അപ്പോൾ ഞാൻ ഈ പറയുന്ന റേറ്റ് കുറച്ച് കാലം കഴിയുമ്പോൾ ഇതിൽ നിന്ന് വിട്ട് വ്യത്യാസം വരാം. ഞാൻ ഇപ്പോൾ വാങ്ങിക്കുന്ന റേറ്റാണ് നിങ്ങളോട് പറയുന്നത്. ഇനി എൻ്റെ ശബ്ദം നിങ്ങൾ കേൾക്കുന്നത് ലാർക്ക് M2S വഴിക്കാണ്. അപ്പോൾ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഫോട്ടോ ലിങ്കിൻ്റെ എബിയുടെ നമ്പർ നമ്മളിവിടെ താഴെ വെച്ചിട്ടുണ്ട്. അപ്പോൾ വളരെ നല്ല സപ്പോർട്ട് നൽകുന്ന ഒരു സ്ഥാപനമാണ് ഫോട്ടോ ലിങ്ക്. ഞാൻ ഒരുപാട് വർഷമായിട്ട് എൻ്റെ എല്ലാ എക്യുപ്മെൻറ്റ്സും ഇവിടെ നിന്നാണ് പർച്ചേസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ഫോൺ നമ്പർ താഴെയുണ്ട്. നിങ്ങൾക്ക് എന്ത് സംശയങ്ങൾക്കും വിളിക്കാം. ഇതിൻ്റെ വില വിവരങ്ങൾ, ടെക്നിക്കൽ സപ്പോർട്ട് എല്ലാവരും നൽകും. തുടർന്നുള്ള ഗ്യാരണ്ടി ആണെങ്കിൽ പോലും ഇവരുടെ എല്ലാവിധ സപ്പോർട്ടുകളൂടെ ആയിരിക്കും നമുക്ക് നൽകുക. അപ്പോൾ എന്തായാലും നിങ്ങൾ ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായും ഇത് നിങ്ങൾക്ക് മേടിക്കണമെന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ, മേടിക്കണമെന്ന ആഗ്രഹമല്ല, തീർച്ചയായും നിങ്ങളൊരു വ്ളോഗ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു സ്റ്റുഡിയോയിൽ നിങ്ങൾ സൗണ്ട് എടുക്കുന്ന ഒരാളാണെങ്കിൽ, ഒരു സ്റ്റുഡിയോകാരനാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഈ ലാർക്ക് M2ൻ്റെ ഏതെങ്കിലും ഒരു മോഡൽ വാങ്ങിച്ചിരിക്കണം.